വെൽക്കം ടു മായാലോകം. ഇതൊരു അർമേനിയൻ സീരീസാണ്. ഡേ 1 to ഡേ 6 വരെയുള്ള വീഡിയോസാണ് ഞാൻ ഈ സീരീസിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും ഇത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഫ്ലൈറ്റിൽ നിന്ന് സ്നോ മൗണ്ടൻസ് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സ് വളരെയധികം സന്തോഷമായി. അർമേനിയയുടെ മണ്ണിലേക്ക് ഫ്ലൈറ്റ് പതിയെ പറന്നിറങ്ങിയപ്പോൾ മനസ്സ് മുഴുവൻ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. മെഹസിൻ ഹോളിഡേയ്സിൻ്റെ ഒരു ടൂർ പാക്കേജിലാണ് നമ്മൾ യാത്ര തിരിച്ചത്. ഈ ടൂർ പാക്കേജ് ഡിസൈൻ ചെയ്തത് ലെറ്റ്സ് ഗോ എന്ന കമ്പനിയാണ്. ലെറ്റ്സ് ഗോയിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മുടെ കൂടെ അംജിദ് എന്ന ഒരാൾ കൂടെ അർമീനിയയിലേക്ക് വന്നിരുന്നു. 19 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടായിരുന്നു നമ്മുടെ യാത്ര. ഗ്രൂപ്പിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് സെപ്പറേറ്റ് വണ്ടികളും അവർ അറേഞ്ച് ചെയ്തിരുന്നു. ഗോപു വരുന്ന അവിടെ. ഓക്കെ ഗോപു റോഡും പരിസരവും എല്ലാം വളരെ നീറ്റായിരുന്നു. കൂടുതലും റോഡുകൾ വിൻറ്റേജ് കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു. റോഡിൻ്റെ സൈഡിൽ ചെറി ബ്ലോസം പോലെയുള്ള മരങ്ങളും നിറച്ച് പൂത്തു നിൽക്കുന്നത് കാണാം. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ മുകളിലൊരു കൊടിയും വെച്ചിട്ടുണ്ട്. ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. ഒരു പാർക്കിന്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനായി നമ്മളെല്ലാവരും ഒരു ഫുഡ് കോർട്ടിലേക്ക് കയറി. ഇവിടെ ഒരു ലേഡി അർമേനിയൻ ബ്രെഡായ ലവാഷ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പച്ചക്കറിയും ഇലവർഗവും മീറ്റും ചേർന്നിട്ടുള്ളതാണ് അർമേനിയക്കാരുടെ ഭക്ഷണ രീതി. കൂടുതലും അവർ കഴിക്കുന്നത് സാലഡ്സ് ആണ്. ചീസിൻ്റെ ഉൽപ്പന്നങ്ങളും അവർ ധാരാളമായി കഴിക്കാറുണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാരുടെയും ചോയ്സിലുള്ള ഫുഡ് ഐറ്റംസ് നമുക്കവിടെ കാണാൻ സാധിച്ചു.
ആണോടാ? മീൻ തന്നെ അല്ലേ? നമ്മൾ അവിടെ നിന്ന് ചിക്കൻ ഷവർമയും പോർക്ക് ഷവർമയും ടേസ്റ്റ് ചെയ്തിരുന്നു. പോർക്ക് കഴിക്കാത്തവർ ചിക്കൻ ഷവർമയാണ് അന്ന് കഴിച്ചിരുന്നത്. രണ്ടും നല്ലതായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തിരിച്ചു. അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഞാൻ അർമേനിയയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇഷ്ടമില്ലാത്തവർ അതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. യുറേഷ്യയിലെ തെക്കൻ കോക്കസ് മേഖലയിൽ 29.743 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു രാജ്യമാണ് അർമേനിയ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പർവ്വതങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് അർമേനിയ. ഇറാൻ, തുർക്കി, അസർബൈജാൻ, ജോർജിയ എന്നീ രാജ്യങ്ങളുമായും അതിരുകൾ പങ്കിടുന്നുണ്ട്. AD 301 ക്രിസ്തുമതം ഒരു ഔദ്യോഗിക മതമായി സ്വീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് അർമേനിയ. നമ്മൾ ആദ്യമായി പോകുന്നത് ഖോർ വിറാപ്പിലേക്കാണ്. ഖോർ വിറാപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ഖോർ വിറാപ്പ് ഒരു അർമേനിയൻ മൊണാസ്ട്രിയാണ്. അരാരത്ത് സമതലങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഖോർ വിറാപ്പ് മൊണാസ്ട്രി വൈദ്യശാസ്ത്ര സെമിനാരിക്ക് ആതിഥേയത്വം വഹിക്കുകയും അർമേനിയൻ കത്തോലിക്കക്കാരുടെ വസതിയും ആയിരുന്നു. ദൂരെ ആ മലമുകളിൽ കാണുന്നതാണ് ഖോർ വിറാപ്പ്. വണ്ടി പാർക്ക് ചെയ്ത ഉടനെ തന്നെ പ്രാവുമായി ഒരാളെത്തി. അതിനെ കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കാനും മറ്റുമാണ്. മൊണാസ്ട്രിയിലേക്കുള്ള വഴിയിൽ ഇരുവശത്തും സൊവനീഴ്സും ട്രഡീഷണൽ ഫുഡ്സും ഡ്രസ്സും കിട്ടുന്ന പല കടകളും കാണാം. ഈ വഴിയിലൂടെയാണ് നമ്മൾ ഖോർ വിറാപ്പിലേക്ക് കയറേണ്ടത്. താഴെ വണ്ടി പാർക്ക് ചെയ്ത് മുകളിലേക്ക് കയറണം. കുറച്ചധികം സ്റ്റെപ്പുകൾ തന്നെയുണ്ട്. നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
പടിയുടെ സൈഡിൽ തന്നെ ഖോർ വിരാപ്പിനെ പറ്റിയുള്ള ഒരു ലഘുവിവരണം അടങ്ങുന്ന ഒരു ബോർഡ് വച്ചിട്ടുണ്ട്. മുകളിലേക്ക് കയറുന്ന വഴിയിൽ അക്കോർഡിയൻ വായിച്ചുകൊണ്ട് ഒരു അർമീനിയക്കാരൻ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. മുകളിലേക്ക് കയറും തോറും തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മോണുമെന്റ് കാണാനുള്ള ആവേശം തണുപ്പിനെ പ്രതിരോധിച്ചു എന്ന് തന്നെ പറയാം. ദൂരെ ആ കാണുന്നത് അരാരത്ത് പർവ്വതങ്ങളാണ്. ബൈബിളിൽ അതിനെ നോഹയുടെ പേടകം വന്നടിഞ്ഞ സ്ഥലം ആയും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് ടർക്കിയുടെ ബോർഡറാണ്. മുമ്പ് അത് അർമേനിയയുടെ ഭാഗമായിരുന്നു. അരാരത്തിൽ 2 സജീവമല്ലാത്ത വോൾക്കനോസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിനെ ഗ്രേറ്റർ അരാരത്ത് എന്നും ലിറ്റിൽ അരാരത്ത് എന്നും പറയുന്നു. ഇതൊരു ചാപ്പലാണ്. സെന്റ് മേരിയുടെ പേരിലാണ് ഈ ചാപ്പൽ പ്രവർത്തിക്കുന്നത്. പള്ളിക്കുള്ളിൽ കാണുന്ന ചിത്രത്തിൽ ഒന്ന് രാജാവിൻ്റെയും ഒന്ന് സെയിൻറ്റ് ഗ്രിഗറി ദ ഇലുമിനേറ്ററിൻ്റെയുമാണ്. ഇതാണ് ഖോർ വിരാപ്പിലെ കാരാഗൃഹം. എങ്ങനെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായി എന്നുള്ളതും ഖോർ വിരാപ്പുമായി നല്ല ബന്ധമുണ്ട്. പ്രഭു കുടുംബമായിരുന്ന ഗ്രിഗറി ദ ഇലുമിനേറ്ററിൻ്റെ അച്ഛൻ അന്നത്തെ രാജാവിൻ്റെ മരണത്തിന് ഉത്തരവാദിയായി കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഗ്രിഗറി ദ ഇലുമിനേറ്ററിനെ അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കേഴ്സ് രക്ഷപ്പെടുത്തി കപ്പോഡിയയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് അദ്ദേഹം പിന്നെ വളർന്നതും വിദ്യാഭ്യാസം നേടിയതും. പ്രഭു കുടുംബത്തെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുന്ന ചിത്രവും ഗ്രിഗറി ദ ഇലുമിനേറ്ററിൻ്റെ ചിത്രവും അടങ്ങുന്ന ഈ സ്ഥലം കാരാഗൃഹത്തിൻ്റെ മുകളിൽ പണിത ഒരു ചാപ്പലാണ്. തൻ്റെ പിതാവിൻ്റെ തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്യാനായി തിരികെ അർമേനിയയിലേക്ക് വന്ന സെൻറ്റ് ഗ്രിഗറി ദ ഇലുമിനേറ്ററിനെ അന്നത്തെ രാജാവും തൻ്റെ പിതാവിൻ്റെ ശത്രുവിൻ്റെ മകനുമായ തിരിഡേറ്റ്സ് മൂന്നാമൻ അരാരത്ത് സമതലങ്ങളിൽ ഈ കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണുണ്ടായത്. 90 ഡിഗ്രി കുത്തനെയുള്ള ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ഈ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങാൻ. അന്നത്തെ കാലത്ത് കയർ കെട്ടിയാണ് ആളുകളെ ഇതിലേക്ക് ഇറക്കിയിരുന്നത്. ഇപ്പോൾ അവിടെ ലോഹത്തിലുള്ള സ്റ്റെപ്പുകളുണ്ട്. എന്നാലും അവിടേക്ക് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇറങ്ങാൻ കുറച്ച് എളുപ്പമായി തോന്നിയാലും തിരികെ കയറാനുള്ള കുത്തനെയുള്ള കയറ്റം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. കുറച്ച് ധൈര്യവും ആരോഗ്യവും ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് ഇറങ്ങി തിരികെ കയറാൻ സാധിക്കുകയുള്ളൂ. കാരാഗൃഹത്തിൽ കഴിഞ്ഞ ഗ്രിഗറിക്ക് ദിവസവും ഒരു ക്രിസ്ത്യൻ സ്ത്രീ ഒരു ബ്രെഡ് നൽകുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അത് മിക്കവാറും ആ കാരാഗൃഹത്തിൻ്റെ ഓപ്പണിങ്ങിൽ നിന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടാവണം. അതിനുള്ളിൽ മലമൂത്ര വിസർജനത്തിനായി ഉള്ള സൗകര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത്രകാലം ഒരു മനുഷ്യൻ എങ്ങനെ ഇതിനുള്ളിൽ ഒരു ബ്രെഡ് മാത്രം കഴിച്ച് കഴിഞ്ഞു എന്നുള്ളത് അത്ഭുതം നിറഞ്ഞതാണ്. അതിനെപ്പറ്റി ഞാൻ ഗൈഡിനോട് ചോദിച്ചപ്പോൾ അക്കാര്യങ്ങൾ ആർക്കും അധികം അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് രാജാവിനെ വിട്ടുമാറാത്ത പനി ബാധിക്കുകയും ഗ്രിഗറിയെ മോചിപ്പിച്ചു കൊണ്ടുവരണമെന്നും രാജാവിൻ്റെ സഹോദരി സ്വപ്നം കാണുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവർ 14 വർഷത്തിനു ശേഷം ആ കാരാഗൃഹത്തിൽ നിന്ന് ഗ്രിഗറിയെ മോചിപ്പിക്കുകയായിരുന്നു. തിരിഡേറ്റ്സ് മൂന്നാമൻ രാജാവ് അടക്കം രാജ്യത്തിലെ മറ്റുള്ള എല്ലാവരും ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സെയിൻറ്റ് ഗ്രിഗറിക്ക് അർമേനിയയെ മുഴുവനായും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റാനുള്ള അനുവാദവും കൊടുത്തു. ഇതിൽ പിന്നെയാണ് അർമേനിയ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമായി മാറിയത്. മലമുകളിൽ നിൽക്കുമ്പോൾ ദൂരെയായി നമുക്ക് കൃഷിയിടങ്ങൾ കാണാം. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ 12 ശിഷ്യന്മാർ ലോകമെമ്പാടും സഞ്ചരിച്ചു. അപ്പോസ്തലന്മാരായ തദ്യൂസും ബർത്തലോമിയും അർമേനിയയിലെത്തി. അവർ അവരുടെ മീറ്റിംഗ് സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിച്ചു. താഴേക്കിറങ്ങിയപ്പോൾ ഖോർ വിറാപ്പുമായി ബന്ധപ്പെട്ട സോവനിയേഴ്സും കളക്ട് ചെയ്തു.
മറ്റേ ക്യാൻഡി അല്ലേ? വൈൻ ക്യാൻഡി. അതാ ഒരു കാറ് കാട്ടുന്നത്. അടുത്തതായി ഞങ്ങൾ പോയത് ഒരു വൈനറിയിലേക്കായിരുന്നു. അരേനി വൈനറി എരേവനിൽ നിന്ന് കുറച്ച് അകലെയാണ്. വളരെ ചെറിയ ഒരു വൈനറിയാണ്. വൈൻ ശേഖരണത്തെപ്പറ്റിയും വൈനറിയുടെ പ്രവർത്തനത്തെപ്പറ്റിയും വിവരിച്ചു തരാൻ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. പലതരം വൈനുകൾ കൂറ്റൻ ബാരലുകളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നതും ഞങ്ങൾ കണ്ടു. വർഷങ്ങൾ പഴക്കമുള്ള വൈനുകൾ അവിടെ ഉണ്ടായിരുന്നു. അവയ്ക്കാണ് വിലയും ടേസ്റ്റും എന്ന് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു. നമുക്ക് വൈൻ രുചിച്ചു നോക്കാനും ഇവിടെ സാധിക്കും. പലതരം ഫ്രൂട്ട്സും ബെറീസും വച്ചുണ്ടാക്കിയ വൈനുകൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വേണ്ടവർക്കെല്ലാം വൈൻ വാങ്ങാനും ടേസ്റ്റ് നോക്കാനും സാധിക്കും. സൊവൈനേഴ്സിൻ്റെ ഒരു ചെറിയ കളക്ഷനും അവിടെ ഉണ്ടായിരുന്നു. ഇത് ബാരൽസ് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. കണ്ണടച്ചു. പുറത്തൊരു പഠിച്ചു പറയട്ടെ. ചെലന്തേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ബാഗൊക്കെ വെച്ച് ഞങ്ങൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. എരവൻ നഗരത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. വളരെ മനോഹരമായ നഗരമാണ് എരവൻ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡും പരിസരവും. നല്ല കാലാവസ്ഥ ആയിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ ആസ്വദിച്ചു. പല ഷോപ്പുകളുടെയും പുറത്ത് നിറയെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. നല്ല തിരക്കുള്ള റോഡാണെങ്കിലും എല്ലാവരും വളരെ അച്ചടക്കമായാണ് വണ്ടികൾ ഓടിച്ചു പോയിരുന്നത്.
അമ്മ ആ ഇതെന്താടോ ഇത്? അതല്ല, ഇതെന്താ ഇത്രയും പൊതിച്ചു പോയിരിക്കണേ? മെൽക്കൗ രാത്രി ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തുമന്യൻ ഖിൻകാലി റെസ്റ്റോറൻറ്റിലാണ് പോയത്. വുഡൻ സ്ട്രക്ചറിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു അത്. റെസ്റ്റോറൻറ്റിലെ കളർ തീമും കുറച്ച് വ്യത്യാസമുള്ളതായി തോന്നി. പ്ലേറ്റുകളുടെ ആകൃതിയിലും ആ മാറ്റം കണ്ടു. അർമേനിയയിലേക്ക് യാത്ര തുടങ്ങും മുന്നേ തന്നെ ഞാൻ അവിടുത്തെ ഭക്ഷണ രീതിയെപ്പറ്റി ഒരു റിസർച്ച് നടത്തിയിരുന്നു. കാരണം എല്ലാത്തരം മീറ്റ് ഐറ്റംസും കഴിക്കാത്തവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പോർക്കും ബീഫും ചിക്കനുമാണ് അർമേനിയക്കാർ കൂടുതലായി കഴിക്കാറുള്ളത്. ഭക്ഷണത്തിൽ പലതിലും പോർക്കുണ്ടാവും. ആയതിനാൽ കഴിക്കാത്തവർ അത് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. റെസ്റ്റോറൻറ്റിലെ മെനുവിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഓർഡർ ചെയ്തു. ഭക്ഷണം വളരെയധികം രുചികരം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും തരക്കേടില്ലായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് മടങ്ങി. ഹോട്ടൽ റൂമിൻ്റെ റൂം ടൂർ ഡേ 2-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വിലയേറിയ നിങ്ങളുടെ കമൻറ്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് മായാലോകം ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ബൈ, സീ യു ഓൾ.